ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഇംപ്രൂവ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം? ഏതൊരു റിലേഷൻഷിപ്പിലും നല്ല രീതിയിൽ പോകണമെങ്കിൽ അതിൽ നാം കുറച്ച് എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. ലവ്, കെയർ, പ്രയോറിറ്റി എന്നിവയെല്ലാം ആവശ്യമാണ്. ഓരോ ബന്ധങ്ങളിലും അതിലുള്ള വ്യക്തികളുടെ പരിഗണന പ്രാധാന്യമേറിയ ഒന്നാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും അത് പ്രാധാന്യമുള്ളതാണ്. രണ്ടുപേർ തമ്മിൽ പരസ്പരം തുറന്നുള്ള സംസാരങ്ങളും അത് കേട്ടിരിക്കാനുള്ള മനസ്സും പ്രാധാന്യമുള്ളതാണ്. ഹസ്ബൻഡിനും വൈഫിനും മാത്രമായിട്ടുള്ള ടൈം കണ്ടെത്തുക. ഡെയിലി ഒരു അരമണിക്കൂർ ഇതിനായി തിരഞ്ഞെടുക്കുക. അതിൽ മറ്റ് ഫാമിലി മെമ്പേഴ്സൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. രണ്ട് പേർക്കിടയിലും മനസ്സ് തുറന്നുള്ള സംസാരങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് പ്രധാനമാണ്. മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെഗറ്റീവായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എപ്പോഴും ഒരേ സ്വഭാവം ആവണമെന്നില്ല. ചിലപ്പോൾ കോപം, ദേഷ്യം പോലുള്ള കാര്യങ്ങളും ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സമയത്ത് ദേഷ്യത്തോടുകൂടി സംസാരിക്കാതെ അവിടെ നിന്നും മാറി നിൽക്കുക. ഹസ്ബൻഡും വൈഫും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുക. പരസ്പരം കയ്യിൽ പിടിച്ചും കണ്ണിൽ നോക്കിക്കൊണ്ടോ ഒക്കെ സംസാരിക്കുക. ഇത് നിങ്ങളുടെ ബന്ധം ദൃഢമുള്ളതാകാൻ സഹായിക്കുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്യുന്ന കാര്യങ്ങളിൽ താങ്ക്സ്ഫുൾനെസ് ഉണ്ടായിരിക്കുക. പരസ്പരം ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം നന്ദി പറയുക. വൈഫ് ഇപ്പോൾ ഫാമിലീനെ നന്നായി നോക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ താങ്ക് യു പറയുക. നിങ്ങളുടെ കുക്കിംഗ് നല്ലതാണ്, അല്ലെങ്കിൽ നീ നന്നായി കുട്ടികളെ നോക്കുന്നുണ്ട് എന്നൊക്കെ ഒരു താങ്ക്ഫുൾനെസ് അവരോട് പറയുക. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണല്ലേ. അപ്പോൾ നന്നായി കുട്ടികളെയും വൈഫിനെയും നോക്കുന്ന ആളാണെങ്കിലും അതിന് നമ്മൾ താങ്ക്സ് പറയണം. അതിന് ഒട്ടും മടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് തുടർന്ന് കൊണ്ടുപോകുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകാൻ ദൈവത്തിനോട് നന്ദി പറയുക. നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് ഹസ്ബൻഡിനും വൈഫിനും ഉള്ളത് എങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകുന്നതിന് ദൈവത്തിന് പ്രധാന പങ്കുണ്ടല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ദൈവത്തിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിലെ ടിപ്സും ട്രിക്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻസും ഇടുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.